ബൈജു, ഇന്നിപ്പോൾ 30-ാം ദിവസമാണ് അർജുനെ കാണാതായിട്ട്. അവിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് 30-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ നേരത്തെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയപ്പോൾ സൈന്യത്തിന്റെ ഒക്കെ സഹായത്തോടെ, നേവിയുടെ സഹായത്തോടെയൊക്കെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയപ്പോഴും ലോറിയുടേതായിട്ടൊരു ഭാഗവും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് ഏറ്റവും വെല്ലുവിളിയായി നിന്നത് ഈ ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്ക് തന്നെയായിരുന്നു. മറ്റൊന്ന്, ഇതിൽ നിന്ന് തെറിച്ചു പോയതാകാം, അല്ലെങ്കിൽ ഈ ലോഡിലുണ്ടായിരുന്ന തടിക്കഷ്ണം, പലയിടത്തു നിന്നും തടിക്കഷ്ണം കണ്ടെത്തുകയും അത് ഈ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് തന്നെയെന്ന് മനാഫ് തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ നിന്നായിരുന്നില്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോയ തടിക്കഷ്ണമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തി എന്ന് പറയുന്നു. ഒപ്പം ഇന്നലെ ജാക്കി കണ്ടെത്തി. അപ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. അവിടെ തിരയുമ്പോൾ ഇനിയുള്ള വെല്ലുവിളി എന്താണ്? അഥവാ അവിടെ ലോറി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, അർജുന്റെ ട്രക്ക് അവിടെ കണ്ടെത്തുകയാണെങ്കിൽ അത് മണ്ണ് മൂടിയ നിലയിലാണോ, അല്ലെ എത്രത്തോളം ആഴത്തിലാണ് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലേ ബൈജു? അശ്വതി, അതിലേക്ക് വരും മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കാറുണ്ട്. അതായത് NDRFന്റെ സംഘം എത്തിയിരിക്കുന്നു, NDRFന്റെ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് തിരച്ചിൽ പൂർണ്ണ തോതിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു തിരച്ചിൽ എന്ന് വേണം കരുതാൻ. ഇപ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥരാണ് പുഴയുടെ ആഴങ്ങളൊക്കെ പരിശോധിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. NDRF, പോലീസ്, SDRF, ഫയർഫോഴ്സ്, ഇതെല്ലാ സംവിധാനങ്ങളും ഇന്ന് ഗംഗാവലി പുഴയിൽ ഈ തെരച്ചിലിനായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവർ പരിശോധന നടത്തുന്നത്, സംയുക്തമായ ഒരു പരിശോധന ഇന്ന് ഉണ്ടാകുമെന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മൽപെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തെരച്ചിൽ അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും. NDRFന്റെ ഉദ്യോഗസ്ഥരും തെരച്ചിലിനായി എത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു ഈ വാഹനം എന്ന ഒരു കണ്ടെത്തൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിന് സ്ഥിരീകരണമൊന്നും ഏതായാലും ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിന്റെ അത്രത്തോളം വലിയ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല, വലിയ തോതിൽ വെള്ളം താഴ്ന്ന കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം അടിയൊഴുക്ക് 2 നോട്ട്സ്, അതായത് 7 നോട്ട്സ്, മനുഷ്യസാധ്യമല്ല തെരച്ചിൽ എന്ന് നേവി പറഞ്ഞ 7 നോട്ട്സിൽ നിന്നും 2 നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. മാത്രമല്ല, ലോറി ഇവിടെ ഇതിനടിയിൽ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലം, കാരണം ഈ ഡീസൽ അതൊരു സൂചനയാണ്, താഴെ നിന്നും ഡീസൽ മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ NDRFന്റെ ഉദ്യോഗസ്ഥരെത്തി വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അവർ ആ സംഘം ഇപ്പോൾ തെരച്ചിലിനായി, അതായത് ഈശ്വർ മൽപെയും സംഘത്തെയും സഹായിക്കാനായി NDRFന്റെ ആ സംഘം കൂടി എത്തിയിരിക്കുന്നു. ഒരു പൂർണ്ണ തോതിലുള്ള തെരച്ചിൽ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളും പറയുന്നത്. അത്രത്തോളം സംവിധാനങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ഗംഗാവലി പുഴ കടന്നു പോകുന്നത്. അർജുനിലേക്ക് എത്രയും പെട്ടെന്ന് ആ ലോറി കണ്ടെത്തി ആ ക്യാബിൻ പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘമൊക്കെ പങ്കുവെക്കുന്നത്. ഈ ലോറിക്കകത്ത്, ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ. എന്തായാലും ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നു അത്രത്തോളം പൂർണ്ണമായ ഒരു സജ്ജീകരണങ്ങൾ, എല്ലാ സജ്ജീകരണങ്ങളും. നമ്മൾ തുടക്കത്തിൽ ഇവിടെ ആദ്യം റിപ്പോർട്ടിങ്ങിനെത്തിയപ്പോൾ എങ്ങനെയായിരുന്നോ ഇവിടുത്തെ അവസ്ഥ, ഏത് രീതിയിലായിരുന്നോ ഈ രക്ഷാദൌത്യം ഏർപ്പെട്ടിരുന്നത്, അതേ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഇന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ദേശീയപാത ഏതെങ്കിലും തരത്തിൽ ഗതാഗതം ഇതുവരെ നിരോധിച്ചിട്ടില്ല, നിയന്ത്രണമില്ല. ദേശീയപാതയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് നിലവിൽ വിലക്കില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഗംഗാവലി പുഴയിലുള്ളത്. ഏതായാലും ഈശ്വർ മൽപയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ സംഘം 6ഓളം വരുന്ന മുങ്ങലടങ്ങുന്ന തയ്യാറെടുക്കുകയാണ്. അവർ ഇപ്പോഴും ആ ഡീസൽ കണ്ടെത്തിയ ഭാഗം, അദ്ദേഹം ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തിറങ്ങി തിരച്ചിൽ നടത്താനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വളരെ പെട്ടെന്ന് തന്റെ വസ്ത്രങ്ങൾ, മുങ്ങൽ ഇതിനായി തെരച്ചിലിനായുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം വളരെ ശാന്തനായി ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതും സംശയം പങ്കുവച്ചതും. ഇത് ഇപ്പോൾ ആ എണ്ണയുടെ ഒഴുക്ക്, അത് ഒരു പക്ഷേ ഡീസലായിരിക്കും, അല്ലെങ്കിൽ ഓയിലോ മറ്റൊന്നോ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ
ഉണ്ടോ അവിടെ നിന്ന് മാത്രമല്ല കുമിളകൾ താഴെ നിന്നും വരുന്നു. വെള്ളം ഇന്നലത്തേതിനേക്കാളും വെള്ളം കുറഞ്ഞിരിക്കുന്നു ഗംഗാവലി പുഴയിൽ എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇവിടെ നിന്നും ആ കാഴ്ചയാണ്, അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ശിരൂർ 29 ദിവസത്തിന് ശേഷം കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ അർജുനിലേക്ക് എത്താൻ ഈ ലോറിയുടെ നമുക്ക് ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നേരത്തെ ഈ ലോറി നിർമ്മിക്കുമ്പോൾ ഉണ്ടായ ഒരു ചിത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ കൃത്യമായി ഈ എവിടെയാണ് ആ ജാക്കി സൂക്ഷിച്ചിരിക്കുന്നത്, ആ ജാക്കി ബോക്സ്, അതിന്റെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ജാക്കി സൂക്ഷിച്ചിരുന്നത്. അത് വളരെ പെട്ടെന്ന് തകരുന്ന സാധ്യതയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്നലെ സംശയിച്ചിരുന്നത് ആ ജാക്കി ഇത്തരത്തിൽ തകർന്ന നിലയിലായിരിക്കുമോ ലോറി എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതല്ല, ആ ഭാഗം അത് ബെൻസ് കമ്പനി നിർമ്മിച്ചതല്ല, അത് എക്സ്ട്രാ ഇവർ നിർമ്മിച്ചതാണെന്ന ഒരു സ്ഥിരീകരണത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് അത്തരത്തിൽ തെറിച്ച് പെട്ടെന്ന് അപകടം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോറി പൂർണ്ണമായും തകർന്നു എന്ന ഒരു വാദത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഈശ്വർ മൽപെ വ്യക്തമാക്കിയത്. അത് വലിയ പ്രതീക്ഷ പകരുന്ന ഒരു വാക്ക് തന്നെയാണ്. ഏതായാലും ആ ഈശ്വർ മൽപയുടെ സംഘം ഇപ്പോൾ ആ ഡീസൽ കണ്ടെത്തിയ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും വെള്ളം അത്തരത്തിൽ അവർ അവിടെ ഇറങ്ങി ഇപ്പോൾ ഡീസലിന്റെ അംശം കണ്ട ഭാഗം, ആ ഭാഗത്ത് ഇന്ന് പരിശോധന നടത്തും. അതായത് നേരത്തെ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഇപ്പോൾ ഈ ഡീസൽ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ. മൽപെ രക്ഷാദൌത്യത്തിനായി ആ തെരച്ചിലിനായി ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി ദൃശ്യം കൂടി നമുക്ക് കാണാം. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റി ഈ ഡീസൽ അംശം ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹം തെരച്ചിലിൽ ഇറങ്ങുകയാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഘാംഗങ്ങളെ NDRFനെയോ മറ്റോ ഒന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം 6ഓളം സംഘങ്ങളുണ്ട്. അദ്ദേഹം ഈ ഡീസൽ അംശം കണ്ടതോടുകൂടിയാണ് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ വന്നത് ലോറി ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ. ഏതായാലും ഒരു പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ മൽപെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോറി അവിടെ ഉണ്ടോ, അത് ഏത് അവസ്ഥയിലാണ് എന്ന് കണ്ടെത്താൻ പറ്റും. ഏതായാലും ഇപ്പോൾ ഈ ഡീസൽ ഉയർന്നു വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ചെളിയോ മറ്റു വസ്തുക്കളൊന്നുമില്ല. വളരെ തെളിഞ്ഞ ഒരു വെള്ളം ഉള്ള ഒരു അവസ്ഥ തന്നെ. എന്തായാലും ജലനിരപ്പ് ഇന്നലത്തേതിനേക്കാളും കുറഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയുടെ ഓരോ മണിക്കൂറുകളാണ് ഇപ്പോൾ ഈ ശിരൂരിൽ കടന്നുപോകുന്നത്. വളരെ നിർണായകമായ വിവരങ്ങൾ ഒരു പക്ഷേ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നൽകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് ബൈജു, 30-ാം ദിവസത്തിലേക്ക് അർജുനെ കാണാതായി 30-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ഇത് തന്നെയാണ്. ഇപ്പോൾ അവിടെ നിന്നും ഇന്ധനം ഒഴുകുന്നു പുഴയുടെ മേൽത്തട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നു. അവിടെ തന്നെ അർജുന്റെ ട്രക്ക് ഉണ്ടാകാം, ലോറി ഉണ്ടാകാം എന്ന പ്രതീക്ഷയിൽ ഈശ്വർ മൽപെ രക്ഷാദൌത്യത്തിനായി ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ട്രക്കിനുള്ളിൽ, ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു മാസമായി നടക്കുമ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് ഒരു തുമ്പും ഇതുവരെ കിട്ടിയിരുന്നില്ല. ലോറി അവിടെ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ലോഹത്തിന്റെ അംശം അവിടെ ഉണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല. അതേസമയം ഇപ്പോൾ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ അവിടെ നിന്നും ഇന്ധനത്തിന്റെ അംശം പുഴയുടെ മുകൾ തട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതും വലിയ പ്രതീക്ഷയാണ്. ഈ കാഴ്ചകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഈശ്വർ മൽപെ അടങ്ങുന്ന സംഘം ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 30-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അർജുന്റെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒഴുക്ക് വലിയ തടസ്സമായി നിന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ബൈജു അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വളരെ ഒഴുക്ക് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അനുകൂലമായ സാഹചര്യമാണ്, എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമാണ്. നമ്മൾ നേരത്തെ NDRF സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ടു. മൽപയുടെ സംഘം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ അർജുന്റെ ലോറിക്കായി നടക്കുന്നു ശിരൂരിൽ എന്നുള്ള വളരെ പ്രതീക്ഷാവഹമായ കാഴ്ചയാണ് ശിരൂരിൽ നിന്ന് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ലോറിയുടെ പഴയ ദൃശ്യങ്ങളിൽ നിന്ന്, ലോറി നിർമ്മാണ സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഇന്നലെ കണ്ടെത്തിയ ജാക്കി ബോക്സ് അത് നമ്മൾ ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. ഈ ജാക്കി ബോക്സിൽ നിന്നുള്ള ജാക്കിയാണ് ഇന്നലെ ലഭിച്ചത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുകയാണ്.
KV ബൈജു അവിടെ നിന്നും തുടരുന്നുണ്ട്. ബൈജു, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ഈ വലിയ ഒഴുക്കിൽ ഈ ലോറി എങ്ങോട്ടെങ്കിലും ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. പല സമയത്തും അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള വലിയ ആശങ്ക നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്താനായില്ലല്ലോ, ലോറിയെങ്കിലും കണ്ടെത്തണ്ടേ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ലോറിയുടേതായ ജാക്ക് കണ്ടെത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഇന്ധനത്തിന്റെ അംശം പുഴയിൽ മൽപ്പയെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ അവിടെ തന്നെ ഉണ്ട് എന്ന പ്രതീക്ഷ കൂടുതൽ ശക്തമാവുകയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇതിൽ ഏറ്റവും വലിയ ഉയർന്ന ചോദ്യം അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്നായിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരം ഒരു പക്ഷേ ഈ മൽപ്പയുടെ ഇപ്പോഴത്തെ ഈ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ലോറിയുടെ ഒരു 6ഓളം മരത്തടികൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അതിൽ